ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ്. അതിനോടൊപ്പം തന്നെ 2 ഗ്ലാസ് വെള്ളം കൂടി അതിൽ ചേർത്തിട്ടാണ് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരണം. പാല് ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി അടുത്തത് പാലിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ നേരിട്ടിട്ട് പാലിലേക്ക് ചേർക്കില്ല. 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് കട്ടകളില്ലാണ്ട് കലക്കിയിട്ട് ഇതുപോലെ മിക്സാക്കി വെക്കാം. മാംഗോ ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കട്ടകളില്ലാത്ത ഈ കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരുന്ന ഒരു ഐറ്റമാണ്, അപ്പോൾ അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അത് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ സെറ്റാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അത് ചെറിയ ബൗളായ കാരണം അതിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഫ്രൂട്ട് സലാഡിലേക്ക് എടുത്തിട്ടുള്ള ഫ്രൂട്ട്സുകൾ മുന്തിരി, പഴം, തണ്ണിമത്തൻ, ആപ്പിൾ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്യുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഇതുപോലെ ചെറുതായി വേണം കട്ട് ചെയ്യാൻ. ഇനി അടുത്തത് പഴമാണ്. അത് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറുപഴം, ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി തണ്ണിമത്തൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അധികം കട്ടിയില്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കുറച്ച് ലൂസായിട്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തന്, ആപ്പിൾ, പഴം എല്ലാതും ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് കട്ട് ചെയ്യണത് മുന്തിരിയാണ്. വെള്ള മുന്തിരിയും കറുത്ത മുന്തിരിയും ഉണ്ട്, കുരില്ലാത്തതാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബൗളിലേക്ക് ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഫസ്റ്റ് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് വേണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് ഇട്ടാൽ മതിയല്ലോ. ഇനി അതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സലാമു അലൈക്കും.